ഷാർജയിലെ +2 വിദ്യാർത്ഥിനി സനാരി സുഹ എഴുതിയ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ ത്രില്ലർ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. കൊറോണ ഉൾപ്പെടെ പല മഹാമാരികളും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്ന റെയിൻ ഓഫ് ഇൻസാനിറ്റി എന്നതാണ് നോവൽ. എന്താ പേരൊന്നുകൂടി പറഞ്ഞു? സനാരി സുഹ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 14 വയസ്സ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഷാർജ ബുക്ക് ഫെയറിൽ റെയിൻ ഓഫ് ഇൻസാനിറ്റി എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടുള്ളൊരു ബുക്ക് ഞാനിവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സൺഡേ 10th ആ ഒരു ഇതിലായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട്. എന്താണ് പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് ഉദ്ദേശിച്ചത്? എന്താണ് പുസ്തകത്തിൻ്റെ പേര്? പുസ്തകത്തിൻ്റെ പേര് റെയിൻ ഓഫ് ഇൻസാനിറ്റി എന്നാണ്. ഇത് ഒരു കൊറോണ സമയത്തിലായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. പക്ഷേ ആ ഒരു കൊറോണ അല്ല, പക്ഷേ വേറൊരു വൈറസിനായിട്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ എനിക്ക് കൊറോണ സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഇതെങ്ങനെ ഉണ്ടായത്, ഇത് ആക്സിഡൻ്റലി ഉണ്ടായതാണോ, പിന്നെ ഈ വാക്സിനും അവർക്കാണല്ലോ ആദ്യം ഉണ്ടാക്കാൻ പറ്റിയത്, അപ്പോൾ അത് അവർക്ക് എങ്ങനെ പറ്റി, വേറെ കൺട്രീസിനൊന്നും പറ്റിയില്ല, അതെന്തുകൊണ്ട്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും ഇതൊക്കെ വന്നിട്ട് അതൊരു ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് എൻ്റെ ഫിക്ഷണലായിട്ട് പ്യുവർ ഇമാജിനേഷൻ അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇത് എഴുതണമെന്ന് തോന്നിയത് കഴിഞ്ഞ വർഷം SIBF ഞാൻ വന്ന് കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഇവിടോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു കാത്തിരിക്കുന്നത്. ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് വെരി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കുറേ ആൾക്കാരെയും ഓതേഴ്സിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഇവിടെ. അങ്ങനെ ഒരു ബുക്ക് ഇത് 50 ചാപ്റ്റേഴ്സ് 176 പേജസ് ഉണ്ട്. അപ്പോൾ കൊറോണ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഗൂഢാലോചനയായിരുന്നു എന്നാണോ നമ്മൾ പറയുന്നത്? അതെ, ഇത് ഈ ഒരു കൊറോണ വന്നത് ഈ ഭരണാധികാരികളുടെ ഒരു പ്രാന്തായിരുന്നു. എന്നിട്ട് അങ്ങനെയുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഇതാക്കിയത്. അതായത് എങ്ങനെ ഈ ലോകത്തെ നമ്മുടെ കൈ കീഴിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതാണോ എന്നൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ഇതാണ്.